Good morning, miss. അമ്മ ചേട്ടന് Good morning. Good morning, miss. Good morning, miss. എന്റെ മോൻ കയറിയത് എത്ര നേരമായി കയറിയിട്ടാ? ഞാൻ 58 സാറാ കയറിയത്. എല്ലാരും പ്രസന്റ് ഇടുന്ന ചാറ്റ് ബോക്സിലെ. മിസ് ക്ലിയർ ആയില്ല. എല്ലാരും ചാറ്റ് ബോക്സിൽ പ്രസന്റ് ഇടണം കേട്ടോ. ക്ലിയർ ആയോ? ക്ലാസ്സിൽ എത്ര പേരാ ഉള്ളേ? 6 പേര്. അപ്പൊ എല്ലാരും വന്നല്ലേ? Good morning, miss. ഗുഡ് മോർണിംഗ്. എന്നെ അറിയാമോ? ഹരിനന്ദിനെ അറിയാം. വേറെ ആർക്കെങ്കിലും എന്നെ അറിയാമോ? ഞാന് അജിത് സാറിന്റെ മോളാണ്. ഓക്കെ. Good morning, miss. ഗുഡ് മോർണിംഗ്. ബാക്കിയുള്ളവരുടെ വീഡിയോ ഓൺ ആക്കാമോ? I just want to see. എല്ലാരും പ്രസന്റ് ഇടണേ, മറക്കല്ലേ. കാവ്യ മിസ് ലീവിലാണ്, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ. ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. ഓക്കെ. ഞാൻ നിങ്ങളെ മ്യൂട്ട് ആക്കുന്നില്ല. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ആസ്ക് മീ. ഓക്കെ. ക്ലിയർ? Clear. അശ്വിൻ വീഡിയോ ഓൺ ആക്കാമോ? Good morning, miss. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് കാവ്യ മിസ് എവിടെയായിരുന്നു നിർത്തിയേ? പഠിപ്പിച്ച് നിർത്തിയത് എവിടെയായിരുന്നു? ഒരു ഹോംവർക്ക് ഉണ്ട് മിസ്, അത് കഴിഞ്ഞു. ഏത് ചാപ്റ്റർ ആയിരുന്നു മോനെ? ഫസ്റ്റ് ചാപ്റ്റർ. ഇന്റഗ്രൽസ് അല്ലേ? അത് മിസ് തന്നെ ഹാൻഡിൽ ചെയ്തോട്ടെ അല്ലേ? ഞാൻ ഇടയ്ക്ക് കയറി ഇന്റർഫിയർ ചെയ്യുന്നില്ല. ഓക്കെ. നമുക്ക് ചാപ്റ്റർ 5 പോവാം. ചാപ്റ്റർ 5 ലൈൻസ് ആൻഡ് ആംഗിൾസ്. ആരാധ്യ, അശ്വിൻ, you should turn your video on. എല്ലാരും എടുത്തോ? ലൈൻസ് ആൻഡ് ആംഗിൾസ് എടുത്തോ? You all have notebooks, right? Yes, miss. Okay. ലൈൻസും ആംഗിൾസും എന്തുവാ? നിങ്ങൾ Chapter അല്ലേ? 5th ചാപ്റ്റർ ലൈൻസ് ആൻഡ് ആംഗിൾസ്. എല്ലാരും പ്രസന്റ് ഇട്ടോ? ചാറ്റ് ബോക്സിൽ എല്ലാരും പ്രസന്റ് എഴുതിയോ?
എന്നാ മിസ്സേ? ചാറ്റ് ബോക്സിൽ എല്ലാരും പ്രസന്റ് എഴുതണം. പ്രസന്റ് ചാറ്റ് ചെയ്തിടണം, ടൈപ്പ് ചെയ്തിടണം. Okay, can we start the class? Can you hear me? നിങ്ങൾക്ക് എന്റെ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തോ പിള്ളാരെ. Just respond to me. I just want response. കേൾക്കുന്നുണ്ട്. Okay. Today we are going to study the chapter Lines and Angles. ഏത് chapter? ലൈൻസ് ആൻഡ് ആംഗിൾസ്. ലൈൻസ് ആൻഡ് ആംഗിൾസ്. Lines and Angles. അപ്പം നിങ്ങൾക്ക് സിക്സ്ത്തില് ലൈൻസ് ആൻഡ് ആംഗിൾസ്. ലൈൻസ് ആൻഡ് ആംഗിൾസിനെ കുറിച്ച് എന്തെങ്കിലും പഠിച്ചിരുന്നോ? എന്തുവാ പഠിച്ചേ? ഒന്ന് പറഞ്ഞു, ഒരു റഫ് ആയിട്ട് ഒരു സമ്മറി ആയിട്ട് പറഞ്ഞേ. Someone tell me. ലൈൻ സെഗ്മെന്റ് റേ. ലൈനില് 3 കാര്യങ്ങൾ പറഞ്ഞു. Okay, line segment, ray. വേറെ anything more than that? Anything more than that? Angles പഠിച്ചോ? ടൈപ്സ് ഓഫ് ആംഗിൾസ് പഠിച്ചായിരുന്നു. Types of angles പഠിച്ചു. Then tell me which are the types of angles? Tell me. എന്തുവാ ഞാനായോണ്ടാണോ ആരും റെസ്പോണ്ട് ചെയ്യാത്തെ? കവ്യ മിസ് ആയിരുന്നെങ്കിൽ റെസ്പോണ്ട് ചെയ്യോ? റെക്ടാംഗിൾ, റോംബസ്, സ്ക്വയർ, ട്രapesium, ടൈപ്പ് ആൻഡ് പാരലോഗം. Is it type of angles? അത് types of angles ലായിരുന്നോ പഠിച്ചേ? That is coriander. ക്ലിയർ ആയില്ല മോളെ? Isosceles triangle. അത് ട്രയാങ്കിൾസ് അല്ലേ? ഞാൻ ചോദിച്ച ആംഗിൾസ് ആണ്. 90 ഡിഗ്രി, 60 ഡിഗ്രി, ലെസ് ദാൻ 60 ഡിഗ്രി, അങ്ങനെ എന്തെങ്കിലും പഠിച്ചായിരുന്നോ? ലെഫ്റ്റ് ആംഗിൾ റൈറ്റ് ആംഗിൾ ആണ്. ലെഫ്റ്റ് ആംഗിൾ റൈറ്റ് ആംഗിൾ അല്ല, അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, റൈറ്റ് ആംഗിൾ പഠിച്ചല്ലേ? അപ്പൊ you guys know about that, right? Yes, miss. Yes, miss. Okay, someone tell me, എന്തുവാ less than 90 degree, it's called as Acute angle. acute angle. 90 degree, 90 degree ഉള്ള ആംഗിളിനെ എന്തോ പറയാ? Right angle. Then more than 90 degree, ഒബ്റ്റ്യൂസ് ആംഗിൾ. obtuse angle. Then 180 degree, it's a line, right? Okay, നമുക്ക് ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിലോട്ട് പോവാം. എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്സ് ഇല്ലേ? മിസ് ഇപ്പൊ രാവിലെയാ നോക്കുന്നേ. If you have any doubts, please don't feel anything to ask me. Just ask me at that moment, okay? എത്ര വട്ടം വേണേലും എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരും, ഓക്കെ? കാവ്യ മിസ് ആബ്സെന്റ് ആയതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. You get me, right? Okay. Then you already know how to identify. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കണേ. ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് എടുക്കുന്നത്, ഓക്കെ? You already know how to identify different lines, line segments and angles in a given shape. പറ്റത്തില്ലേ? ഡിഫറെന്റ് ലൈൻ സെഗ്മെന്റ്സ്, ആംഗിൾസ് എല്ലാം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലേ താഴെ കൊടുത്ത് തന്നിരിക്കുന്ന ഡയഗ്രാംസിൽ നിന്ന്? Can you?
Okay, I just saw Adira. Adira മാത്രമേ എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. മിസ് പേജ് നമ്പർ ഒന്ന് പറയാവോ? പേജ് നമ്പർ 93. ഓക്കെ, ഞാൻ അടുത്തെടുക്കുന്നേ. ലൈൻ സെഗ്മെന്റ് ഹാസ് 2 endpoints. ലൈൻ സെഗ്മെന്റിന് 2 endpoints ഉണ്ട്. I think you all know about this, right? നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾ പറഞ്ഞു. Again recall that next page, okay? Again recall that an angle is formed when line or line segment meets. Angle എപ്പോഴാ ഫോം ചെയ്യുന്നത്? When a line or line segment meets. രണ്ട് ലൈനോ ലൈൻ സെഗ്മെന്റ്സോ മീറ്റ് ചെയ്യുന്നിടത്ത് ആംഗിൾ ഫോം ചെയ്യും. അത് കോർണർ ഭാഗത്തായിരിക്കും ആംഗിൾ ഫോം ചെയ്യുന്നത്. These corners are formed when two lines or line segment intersect at a point. ഡയഗ്രാം നിങ്ങൾക്ക് അറിയാം. ഞാൻ പെട്ടെന്ന് എടുത്തു പോവാണ്. നിങ്ങൾക്ക് ഇത് അറിയാമല്ലോ അല്ലേ? Do I want to explain? Okay. Then ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ലാസ്റ്റ് ഇയർ പഠിച്ചതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രം. Then related anglesലോട്ട് പോകാം. First, complementary angles. Do you know what is complementary angles? No. അപ്പോൾ നമുക്ക് കോംപ്ലിമെന്ററി ആംഗിൾസ് എന്തുവാന്ന് പഠിക്കാം. What is complementary angles? When the sum of the measure of two angle is 90 degree. അതായത് രണ്ട് ആംഗിൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടുവാണെങ്കിൽ that's known as complementary angle. You get me? When you add the measurements of two angles and you get the sum as 90 degree, then it's a complementary angle. Okay? I show you. Can you see the whiteboard? നിങ്ങൾക്ക് അൺമ്യൂട്ട് ആക്കി പറയാം കേട്ടോ. Yes, miss. Okay. Okay. See. ഇത് ഏത് ആംഗിൾ ആണ്? Is it less than or is it acute angle or obtuse angle? Acute angle. And ഇതിന്റെ മെഷർമെന്റ് ഞാൻ 30 കൊടുക്കുവാണ്. Sorry. degree. Okay. 30 degree and another angle with 60 degree. Okay. Clear ആയോ? ആ രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? What's the sum of two angles? It's 90 degree. Then that two angles are known as complementary angle. മനസ്സിലായോ? Yes. Someone tell me what's a complementary angle? What's known as a complementary angle? Harinand, unmute yourself. ഞാൻ ആരെയും മ്യൂട്ട് ചെയ്യുന്നില്ല. Okay, tell me. What's a complementary angle? The angles to meet with to each other are called. അല്ല. When two angles are added and the sum of which is 90 degree, it is called the Complementary angle. complementary angle. ഹരിനന്ദ മനസ്സിലായോ?
പറ എന്തുവാ? രണ്ടിന്റെ സമ്മ് 90 ഡിഗ്രി ആണ് വരുന്നെങ്കിൽ ആ അതൊരു കോംപ്ലിമെന്റ് ആംഗിൾ ആണ്. കോംപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കും. Tell it in English. Just English പറഞ്ഞേ. The two segments are equal. Segments അല്ല. When two angles are added. The two angles are added. And it's the sum of. It's the sum of 90 degree is called a segment. Complementary segment and complementary angle. Complementary angle. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ആ ഫസ്റ്റ് സെന്റൻസ് ഇല്ലേ, when the sum of the measure of two angles is 90 degree, the angles are called complementary angle. അത് അണ്ടർലൈൻ ചെയ്തിട്ടേ, ജസ്റ്റ് ഹൈലൈറ്റോ അണ്ടർലൈനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. Once more I am asking you, നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ പ്രസന്റ് ഇട്ടിട്ടുണ്ടോ? If no, please do it now itself. Okay. Okay. Then going to the next figure. Figure 5.4. എല്ലാവരും നോക്കേ. First and second figure, are these two angles are complementary? അത് രണ്ടും കോംപ്ലിമെന്ററി ആണോ? ആ രണ്ട് ആംഗിൾ കോംപ്ലിമെന്ററി ആണോ? No. Yes. What about third and fourth figure? No. Okay, just a minute. Heaven, Halima, Joel, can you please on your video? Please turn on your video. എന്താ മോളെ പായലേ? You have any doubts? You can unmute. You can unmute yourself. Miss, I have no text. You don't have text, right? മോള് നോട്ടിലോട്ട് വരയ്ക്ക്. Okay? അല്ല PDF ഇല്ലേ? PDF മോനെ എൻ്റെ കയ്യിലില്ല. ബിക്കോസ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഞാൻ ഇന്നാണ് അറിയുന്നത്. So I was not prepared. Sorry. പക്ഷേ ആ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പൊ സ്കാൻ ചെയ്യണമെങ്കിൽ എനിക്ക് വലിയ പിടിയില്ല. ഫസ്റ്റ് പേജിലൊരു QR കോഡ്. QR കോഡ് ഞാൻ കണ്ടു. But I just want to scan it in the computer, right? കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്യണ്ടേ? കമ്പ്യൂട്ടർ സ്കാൻ ചെയ്യാൻ. എത്ര പേർക്ക് ടെക്സ്റ്റ് ഇല്ലാത്തതുണ്ട്? പായലിന് മാത്രമുള്ളൂ? Just a minute. Just wait. Okay, can you hear me? Can Yes. you hear me? Okay. Yes, miss. ആരുടെ അടുത്ത വണ്ടി പോകുന്നേ? അവരൊന്ന് മ്യൂട്ട് ആക്കാമോ? I'll Chauhana. താഴെ.
ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ നമുക്ക് ടെക്നിക്കലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ബൈ നെക്സ്റ്റ് ടൈം അത് എടുത്തു തരാം കേട്ടോ. ഓക്കെ ഫയൽ, ക്യാൻ യു ഹിയർ മീ? ഡിഡ് യു ഗെറ്റ് മീ? നെക്സ്റ്റ് ടൈമിലേക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്തു തരാൻ നോക്കാം. ഓക്കെ ദെൻ ഇപ്പൊ ബാക്കി എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? and you are understanding what I am telling, right? You get me, right? Yes, miss. Okay. Then what's the complementary angle? When two angles are added, the When sum the of two angles are 90 degree is called complementary angle. Okay, correct. Then going to the next sentence again. Whenever two angles are complementary, each angle is said to be complement of the other angle. അതായത് രണ്ട് ആംഗിൾ കോംപ്ലിമെന്ററി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then ഒരു ആംഗിൾ മറ്റൊരു ആംഗിളിന് കോംപ്ലിമെന്റ് ആയിരിക്കും. ഓക്കെ, Sir? any doubts? Yes. ഓക്കെ, രണ്ട് ആംഗിള് കോംപ്ലിമെന്ററി ആംഗിൾസ് ആണെന്ന് പറഞ്ഞു. Angle A and angle B are complementary angles. Okay. Then angle A is complement to B. മനസ്സിലായോ? Or angle B is complement to angle A. Did you get me? മനസ്സിലായോ? Yes. Any doubts? No. Okay. Then think, discuss and write. Can we go to that? Can we go to that? Okay. Can two acute angles be complementary to each other? Complement to each other? രണ്ട് acute angles complementary angles form ചെയ്യാൻ പറ്റുമോ? Can they form a complementary angle? What's an acute angle? Acute angle എന്ന് പറഞ്ഞാൽ എന്തുവാ? Less. Less than 90 degree. Less than 90 degree. അപ്പം രണ്ട് ലെസ് ദാൻ 90 ഡിഗ്രി കൂടി കഴിഞ്ഞാൽ അതൊരു കോംപ്ലിമെന്ററി ആംഗിൾ ആവുമോ? Yes. യെസ്. രണ്ട് അക്യൂട്ട് ആംഗിൾസ് ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ഫോം എ കോംപ്ലിമെന്ററി ആംഗിൾ. ഓക്കെ, ദാറ്റ് ക്യാൻ ഫോം എ കോംപ്ലിമെന്ററി ആംഗിൾ. ദെൻ write there near to the first question, write can two acute angles be complement to each other എന്നുള്ളതിന്റെ അവിടെ എഴുതുക yes, two acute angles can be complement to each other. Or you can write it to the note. Okay, write the question and write the answer. മോളെ പായലെ, you can write it to the notebook. It's on the notebook. Okay, write it on the notebook. Then going to the next question. Can two obtuse angles be complement to each other? Can two obtuse angles be complement to each other? പറ്റുമോ? രണ്ട് obtuse angle-ന് complement ആവാൻ പറ്റുമോ? No. What's No. known as what's called as an obtuse angle? What's called as an More than 90 degree. more than 90 degree. Then can two obtuse angle be complement? No. No. കാരണം No. obtuse angle എന്ന് പറയുമ്പോൾ that's more than 90 degree and more than 90 degree ആഡ് ചെയ്യുമ്പോൾ എപ്പോഴേലും 90 degree കിട്ടുമോ? ഇല്ലല്ലോ. So two obtuse angle cannot be complement to each other. അത് നിങ്ങൾ എഴുതി വെക്കേ. എഴുതിയോ? Then next question. Can two right angle be complement to each other?
No. No. 90 plus 90 equal to 180 degree, right? അപ്പം ഏതാണ് യെസ്? 3 ക്വസ്റ്റ്യനിൽ ഏതാണ് യെസ്? ടു അക്യൂട്ട് ആംഗിൾസ് ബി കോംപ്ലിമെന്റ് ടു ഈച്ച് അതർ. അക്യൂട്ട് ആംഗിളിന് മാത്രമേ കോംപ്ലിമെന്റ് ആവാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് യെസ്. മറ്റേത് രണ്ടും ഇറ്റ്സ് നോ. ഓക്കെ, did you get me? മനസ്സിലാവുന്നുണ്ടോ മക്കളെ? If you have any Yes. doubts, please ask me. Okay, മനസ്സിലാവുന്നുണ്ടോ? Yes. എല്ലാവരുടെയും ചിരിച്ച മുഖം ഒന്ന് കാണട്ടെ. ഉറക്കത്തിൽ എണീറ്റോണ്ടാണോ? Are you feeling sleepy? Are you sleepy? No. അല്ല അല്ലേ? No. Then just smile. I just want to see your smile. ആഹാ, നല്ല സ്മൈൽ. ജീവ, I can't see you. Justice വന്നു. ഓക്കെ, എല്ലാരും എഴുതിയോ? കംപ്ലീറ്റ് ആയോ? Can we move to the other part? Can we? Okay. Then try this. നിങ്ങൾക്കത് ഹോംവർക്ക് ആയിട്ട് ചെയ്തൂടെ? ഞാൻ പഠിക്കാൻ വന്നിട്ട് ഒരു ഹോംവർക്ക് തന്നിട്ടെന്ന് പറയുന്നില്ല. അത് നിങ്ങൾ ഹോംവർക്ക് try this. ഇപ്പൊ തന്നെ ചെയ്തു വിഷയത്. ഇപ്പൊ തന്നെ ചെയ്യണോ? ചെയ്തു. ചെയ്തോ? Hey, Very good. Then അപ്പം ബാക്കിയുള്ളവരത് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് കാവ്യ മിസ്സിന്റെ നമ്പർ തന്നെ അയച്ചാൽ മതി. ഓക്കെ, കാവ്യ മിസ് വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് തന്നെ ആയിരിക്കും കേട്ടോ എടുക്കുന്നത്. ഇന്റഗ്രൽസ് തന്നെ ആയിരിക്കും എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, if I get any more classes, I will continue with this. Okay, then moving to the next part. അപ്പം try this the first, second, third. You should do that. Okay, Joanna, will you please on your video? Can you switch on your video? Then second one നിങ്ങൾക്ക് പറ്റത്തില്ലേ? What is the measure of the complement of each of the following angles? Can you find it? മിസ് പറഞ്ഞു തരണം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ചെയ്തോ? സെക്കൻഡ് വണ്ണും ചെയ്തോ? ഫസ്റ്റ് വണ്ണിന്റെ സെക്കൻഡ് വൺ അല്ല, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Then the third question too. The difference in the measures of two complementary angles is 12. Find the measure of the angle. നിങ്ങൾക്ക് പറ്റില്ലേ ചെയ്യാൻ? മിസ് ആംഗിൾ വരച്ചിട്ട് തന്നെ സെൻഡ് ചെയ്താൽ മതി, അതോ നമ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്? സെക്കൻഡും തേർഡും ആംഗിൾ വരയ്ക്കണ്ട. സെക്കൻഡും തേർഡും ആംഗിൾ വരയ്ക്കണ്ട. പക്ഷെ ഫസ്റ്റ് ക്വസ്റ്റ്യന് 1, 2, 3, 4ന്റെ ആംഗിൾ വരച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, then that will be more easy for you and do it in a neat way. Okay, neat ആയിട്ട് മിസ്സിന് അയച്ചു കൊടുക്കണം. Okay, then moving on to the supplementary angles. നമ്മൾ ആദ്യം പഠിച്ചത് it's complementary angle and that is the sum of two angles when it sum of two angles when it the sum of two angles are 90 degree. It's known as complementary angle. Then we are going to the next part, that's supplementary angle. What? Supplementary angle. മനസ്സിലായോ? Can you hear me? If I'm not Yes. audible, please tell me. Okay. Okay. Now, supplementary angle. For complementary angle, we just have 10 more minutes. And complementary angle is the sum of the two angles are 90 degree. Then the supplementary angle എന്തായിരിക്കും? Can anyone guess? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കിയില്ലേ? It's the sum of two angles when it is 180 degree. That's known as supplementary angle. മറ്റേത് 90 degree വന്നപ്പോൾ കോംപ്ലിമെന്ററി വന്നു. ഇവിടെ
180 degree വരുമ്പോൾ supplementary വരും. Did you get me? Any doubts? No doubt. Okay. No doubt. Okay. Then someone tell me the difference between complementary and supplementary angles. When two angles are added, the sum is 90 degree is complementary angle. When adding two numbers, then getting 180 degree, that is called a supplementary angle. Okay. Very good. Next time, don't read it to me. നോക്കി വായിച്ച് എന്നോട് പറയരുത്. Tell by yourself. Grammar mistakes are okay. Okay. Harinan, do you want to say something? I tell it. Okay. Will you say that once more? Okay. Now, moving on to the next part. Again, think, discuss, and write. Can we go to that part? Can we go to that part? Are you ready? Okay. Can two obtuse angles be supplementary? Can two obtuse angles be supplementary? Yes. Yes. Oh, yes. Just write there yes, okay? Yes, two obtuse angles can be supplementary. Okay? Joanna, page number 96. Okay. Next, can two acute angle be supplementary? No. Why? Because acute angle means less than 90 degree. Less than 90 degree എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് 89 plus 89 നോക്കാം. 89 plus 89 180 വരുമോ? No. 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 Will not form 180 degree. So it will not form a supplementary angle. അപ്പൊ മറ്റടുത്ത് നമ്മൾ എന്തോ പറഞ്ഞേ? കോംപ്ലിമെന്ററി ആംഗിളിന്റെ അടുത്ത് രണ്ട് ആംഗിൾ കോംപ്ലിമെന്ററി ആണെങ്കിൽ കോംപ്ലിമെന്ററി ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ വൺ ഈസ് കോംപ്ലിമെന്റ് ടു അതർ. അതേപോലെ തന്നെ സപ്ലിമെന്ററി ആംഗിളിന്റെ കേസിലും ഇഫ് ടു ആംഗിൾസ് ആർ ഫോമിംഗ് എ സപ്ലിമെന്ററി ആംഗിൾ then one angle is supplement to the other. Did you get me? One angle is supplement to the other. Then next question. Can two right angles be supplementary? Yes. Yes. That is 90 degree. 90 Yeah. degree plus 90 90 degree is degree equal to- plus 90 degree. It will form 180 degree, right? Yes. Okay. Then try this ഇത് നിങ്ങൾ ചെയ്തോളുമോ? രണ്ട് ഹോംവർക്ക് തരട്ടെ? It's easy, right? Yes. Yes. Easy ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ? Yes. Okay. Then No. you must do try these questions, okay? And send it to which miss? Kavya. Kavya miss. Kavya miss. ആരെ പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? Praise miss. Okay. Then adjacent angles അല്ലേ? എല്ലാരും എടുത്തോ? Adjacent angles. Page number 97. In it, adjacent angles. ആ ഫിഗർ കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? What's mean by adjacent? Adjacent എന്ന് പറഞ്ഞാൽ എന്തുവാ? Adjacent എന്ന് പറഞ്ഞാൽ എന്തുവാ? അഡ്ജസ്റ്റ് ആയി കിടക്കുന്നത്. ഓക്കെ, മീൻസ്
for example, ഇത് കണ്ടോ, ഈ ആംഗിളിനോട് അഡ്ജസ്റ്റ് ആയിട്ടാണ് ഈ ആംഗിൾ കിടക്കുന്നത്. Can you see me? Can you see this book? Okay. ഈ ബുക്കിന്റെ ഈ ആംഗിളിനോട് അഡ്ജസ്റ്റ് ആയാണ് ഇവിടുത്തെ ഈ ആംഗിൾ കിടക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? അടുത്ത് വരുന്ന ആംഗിൾസ്. Did you get me? Okay. അപ്പോൾ look at that figure. First figure എന്തുവാ? When you open a book, it looks like the above figure. അല്ലേ? When we open a book, you can see a figure just like the figure above, right? Then we find a pair of angles placed next to each other. മനസ്സിലായോ? അടുത്തടുത്ത് വരുന്നത് ഇല്ലെങ്കിൽ ഒരു പെയർ ആയിട്ട് വരുന്ന ആംഗിളിനാണ് എന്ത് പറയുന്നത്? അഡ്ജസന്റ് ആംഗിൾസ്. മനസ്സിലായോ? You have any doubts? No. Okay. Then what is an adjacent angle? The pair of angle. The pair of angle. Okay. ഒരു പെയർ ആയിട്ട് വരുന്നതിലെ അടുപ്പിച്ച് വരുന്ന പെയർ. ഓക്കെ, അടുപ്പിച്ച് വരുന്ന പെയർ ഓഫ് ആംഗിൾ ആണ് അഡ്ജസന്റ് ആംഗിൾസ്. ആ സ്റ്റിയറിംഗ് നോക്കിയേ. Look at the steering wheel of car. At the center of the wheel, you can find 3 angles being formed, lying next to one another. അതുപോലെ വരുന്ന ആംഗിൾസ് ആണ് എന്ത്? അഡ്ജസന്റ് ആംഗിൾസ്. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തില്ലേ? Yes. ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്താൽ മതി. Miss വാട്സാപ്പിലല്ലേ ഇതിനകത്തല്ലേ? ഇതിന്റെ ചാറ്റ് ബോക്സിൽ, വാട്സാപ്പിലല്ല. ഓക്കെ. അപ്പം നെക്സ്റ്റ്, at both the vertices A and B, we find a pair of angles are placed next to each other. These angles are such that they have a common vertex. അപ്പോൾ adjacent anglesന് വേണ്ട കുറച്ച് ക്രൈറ്റീരിയാസ് കേട്ടോ. ഈ പോയിന്റ്സ് ഉണ്ടെങ്കിൽ that angle can be called as adjacent angle. Okay. They should have a common vertex. What's meant by vertex? Vertex എന്ന് പറഞ്ഞാൽ എന്തുവാ? What's meant by a vertex? Can you see the board? Whiteboard? Yes, Miss. Yes. Okay. Vertex എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if this is an angle, this is the vertex. I join ചെയ്യുന്ന പോയിന്റ് ഇല്ലേ? That's known as vertex. മനസ്സിലായോ? Did you get me? Yes, Miss. Okay. Vertex എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്ത് ആംഗിൾ ഫോം ചെയ്തിട്ട് പോയിന്റ് ആണ് വെർട്ടെക്സ്. ഓക്കെ, ആൻഡ് they should have a common arm. കോമൺ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നിടത്തും ഒരു കോമൺ ലൈൻ സെഗ്മെന്റ് വേണം. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മുടെ അഡ്ജസന്റ് ആംഗിൾസ് എങ്കിൽ ഇതാണ് നമ്മുടെ കോമൺ ആം. Okay, did you get me? Did you get me? Yes. Okay.